കോവിഷീൽഡ് വാക്സിൻ അപൂർവമായെങ്കിലും പാർശ്വഫലം ഉണ്ടാക്കുമെന്നത് അതിന്റെ നിർമ്മാതാക്കളായ ആസ്ട്രാസെനെക്ക കമ്പനിയുടെ സത്യവാങ്മൂലം ഞെട്ടിച്ചത് കേരളത്തിലുൾപ്പെടെ ലോകമെമ്പാടും ആ വാക്സിൻ ഉപയോഗിച്ചവരെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ സ്വീകരിച്ച കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പാണ് കോവിഷീൽഡ്. നിർമ്മാതാക്കളുടെ സത്യവാങ്മൂലത്തെ തുടർന്ന് ബ്രിട്ടനിൽ ഇപ്പോൾ ഇവർക്കെതിരെ നിയമയുദ്ധം മുറുകിയിരിക്കുകയാണ്. വാക്സിൻ സ്വീകരിച്ചതിനു ശേഷം തനിക്ക് മസ്തിഷ്ക സംബന്ധമായ സങ്കീർണതകൾ ഉണ്ടായെന്നും കാണിച്ച് ജെയിംസ് കോട്ടി എന്നൊരു വ്യക്തിയാണ് ആസ്ട്രാസെനെക്ക കമ്പനിക്കെതിരെ UK-യിൽ ആദ്യം കേസിന് പോയത്. തുടർന്ന് തത്തുല്യമായ പ്രശ്നങ്ങൾ നേരിടുന്ന 51 പേർ കൂടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇന്ത്യൻ രൂപയുടെ കണക്കിൽ ഏതാണ്ട് 1000 കോടിയിലധികം രൂപയുടെ നഷ്ടപരിഹാരത്തിനുള്ള നിയമ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡ് വാക്സിൻ സ്വീകരിക്കുക വഴി പാർശ്വഫലങ്ങളോ മരണമോ സംഭവിച്ചാൽ നഷ്ടപരിഹാര ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടോ എന്ന ചോദ്യത്തിന് നിയമ പോരാട്ടത്തിലൂടെ മാത്രമേ ഉത്തരമാകൂ. സർക്കാർ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ നിയമവഴി തേടുക മാത്രമാണ് മാർഗം. അടിയന്തര സാഹചര്യത്തിൽ വാക്സിൻ നൽകാമെങ്കിലും ഉൽപ്പാദകർ, സംസ്ഥാന സർക്കാർ, വാക്സിൻ അംഗീകാരം നൽകുന്ന അധികാരി എന്നിവർക്കുമേൽ നഷ്ടപരിഹാര ബാധ്യത ചുമത്തി കേസിന് പോകാമെന്നും നിയമവിദഗ്ധർ പറയുന്നു. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് നിയമത്തിൽ 1940മായി ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം അംഗീകൃത അതോറിറ്റിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ വ്യവസ്ഥയുണ്ട്.